ഇത് നമ്മുടെ അടിപൊളി ഒരു വേറൊരു വെറൈറ്റിയാണ്. ഇത് നമ്മുടെ കീഴാർനെല്ലിയൊക്കെ കിളിച്ചു. ഇതിൻ്റെ അകത്തൊരു ഫേൺ കിളിച്ചു വരുന്നുണ്ട് കേട്ടോ. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രിൻസ്, ക്യാമറയ്ക്ക് പിന്നിൽ സോണിയ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയാം, അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ആ കൂട്ടമണി ഒന്ന് അടിച്ചേക്ക്. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിലെ കൊക്കഡാമകളെ പറ്റിയിട്ടാണ്. അതായത് കൊക്കഡാമകൾ എത്ര വർഷം, ഇതൊരു 4 വർഷത്തോളമായിട്ടുള്ള കൊക്കഡാമകളാണ്. പലരും ചോദിക്കാറുണ്ടോ കൊക്കഡാമകൾ പെട്ടെന്ന് പോകുന്നു അല്ലെങ്കിൽ അത് സെറ്റാവുന്നില്ലെന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേങ്കിൽ നമുക്കത് കൃത്യമായിട്ട് നിൽക്കുന്നുണ്ട്. അത് കൊക്കഡാമകൾ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, ആ ലിങ്ക് ഇട്ട് തരാൻ, നിങ്ങൾ പോയി കാണണം. അപ്പോൾ നമ്മുടെ ഇതൊരു 4 വർഷത്തോളം പഴക്കമുള്ളൊരു കൊക്കഡാമയാണ്. ഇത് ബൊഗെയിൻവില്ലയാണ്. കുഴപ്പമില്ലാതെ ഇങ്ങനെ നിൽപ്പുണ്ട്. നല്ലവണ്ണം പൂവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മഴ പെയ്തപ്പോഴത്തേക്കും ആ പൂക്കളൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത സാധനം ഇതും ഒരു ബൊഗെയിൻവില്ലയാണ്. ഇത് ഏകദേശം 3.5-4 വർഷത്തോളം പഴക്കമുള്ള സാധനമാണ്. ഇത് ഈ മഴ സീസൺ ആയപ്പോഴത്തേക്കും ഇതിൻ്റെ പൂവൊക്കെ കൊഴിഞ്ഞു പോയി ഇങ്ങനെ നമ്മൾ തൂക്കിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ അങ്ങനത്തെ ഒരു കൊക്കഡാമയാണ്. ഇത് പായലൊക്കെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഉണങ്ങിയ പായലാണ് ഇവത്തിൽ സെറ്റ് ചെയ്തിരുന്നത്. മഴയൊക്കെ വന്നപ്പോഴത്തേക്കും അത് പച്ചപ്പായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങോട്ട് വരുമ്പം ഇത് നമ്മുടെ അടീനിയത്തിൻ്റെ കൊക്കഡാമയാണ്. അപ്പം ഇവത്തിലെല്ലാം ഈ കള കയറി പിടിച്ച് വരുന്നുണ്ട്. അടീനിയം കൊക്കഡാമയാണ്. അടീനിയം നമുക്കിതുപോലെ കൃത്യമായിട്ട് നിർത്താൻ പറ്റും കേട്ടോ, നല്ലതായിട്ട് നിൽക്കും. നമ്മൾ ചാണകത്തിൻ്റെ തെളി ഉണ്ടെങ്കിൽ ചാണകത്തിൻ്റെ തെളിയിൽ വേണ്ടി ഇതിങ്ങനെ ഒന്ന് ഒരു 5 മിനിറ്റ് മുക്കി വെച്ചാൽ മതി. അതിന് വേണ്ടിയ വളങ്ങളൊക്കെ അത് വലിച്ചെടുത്തോളും. അതുപോലെ തന്നെയുള്ള ഒരു കൊക്കഡാമയാണ്, അടീനിയത്തിൻ്റെ തന്നെയാണ്. ഇതിനെല്ലാം കളയായിട്ടുണ്ട്. കണ്ട, കളയായിക്കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഈ ഉണക്കായപ്പോൾ ഞാൻ ഈ കള പറിച്ച് കളഞ്ഞില്ല. കാരണം എന്ന് പറഞ്ഞാൽ വെയിൽ അധികം ഇതിൻ്റെ ചോട്ടിലോട്ട് അടിക്കത്തില്ല. അതുകൊണ്ട് ഉണക്ക് ആയപ്പോൾ നല്ല ചൂടായപ്പോൾ ഞാൻ ഈ കള നിർത്തിയിരുന്നതാണ് കേട്ടോ, അല്ലാതെ ഞാൻ പറിക്കാതെ ഇരുന്നതല്ല. അപ്പോൾ അത് ആണ് ഇവിടെ ഉള്ള സംഗതികൾ എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഒരു കൊക്കഡാമയാണ്. ഇത് അടീനിയത്തിൻ്റെ കൊക്കഡാമയായിരുന്നു. ഇതിൽ പക്ഷേ 10 മണിയുടെ സീഡ് വന്നേ വീണ്. ഇത് പായൽ പൊതിഞ്ഞേക്കുന്നതും കൊണ്ടേ സീഡൊക്കെ വന്ന് വീണ് പെട്ടെന്ന് കിളിച്ച് വരും. അപ്പോൾ ഇത് ഞാൻ സെറ്റ് ചെയ്തേക്കുന്ന നട്ട് വെച്ച 10 മണിയല്ല, ഇതിൽ തന്നെ കിളിച്ച് വന്ന 10 മണിയാണ്. 10 മണിയുടെ കൂട്ടത്തിൽ തന്നെ വേണ്ട ഒരു കലേഡിയം വെറൈറ്റിയും കിളിച്ച് വരുന്നുണ്ട് കേട്ടോ. അത് ഈ മണ്ണിൻ്റെ അകത്തെങ്ങാണ്ട് കിടന്ന ഒരു സാധനമാണ് ഇതിന് വെച്ച, അത് അങ്ങനെ നിൽക്കുന്നു. പിന്നെ ഇത് ഒരു ഫേണാണ്. ഇത് ഏകദേശം 3 വർഷത്തോളം ആയ ഒരു ഫേണാണ്. നമ്മുടെ ഹൈ റേഞ്ചിലൊക്കെ കിട്ടുന്ന ഒരു ഫേണാണ്. അത് വേരുകളൊക്കെ അതിൻ്റെ കൊക്കഡാമയുടെ മേളിൽ കൂടെ ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊരു റോസമ്മയാണ്. കൊക്കഡാമയിൽ ഉണ്ടാക്കുന്ന റോസമ്മ. അതിൻ്റെ ചുവട്ടിൽ പുല്ലൊക്കെ കിളിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇത് കൃത്യമാണ് കേട്ടോ. റോസയൊക്കെ നല്ല നാടൻ റോസയാണ് ഏറ്റവും നല്ലത്. നമ്മൾ കമ്പ് കുത്തി വെച്ച് കിളിപ്പിച്ച് കഴിഞ്ഞാൽ കൊക്കഡാമയ്ക്കകത്ത് നല്ല വൃത്തിയായിട്ട് നിൽക്കും കേട്ടോ. ഇതേ വേണ്ട, ഇങ്ങനെ കെട്ടിത്തൂക്കിയൊക്കെ നമുക്ക് ഇടാൻ സാധിക്കും. ഇത് നമ്മുടെ അടീനിയത്തിൻ്റെ കൊക്കഡാമയാണ്. അത് ഈ പുല്ല് നിന്നതുകൊണ്ടാണ് വലിയ വെയിൽ ഇതിൻ്റെ ചുവട്ടിലോട്ട് ഏക്കാഞ്ഞത് കേട്ടോ. കുഴപ്പമില്ല. അടീനിയത്തിന് പിന്നെ ശാലം പിന്നെ വെള്ളം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ അകത്ത് നമ്മൾ ആ പായലിൽ കിളിച്ച് വരുന്ന ചില ചെടികളുണ്ട്, അതൊക്കെ നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ശാലം വളത്തിൻ്റെയൊക്കെ കുറവുണ്ട്, അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇവത്തിൽ ഫേണൊക്കെ കിളിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ കൊക്കഡാമകൾ നമുക്ക് ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ വേറെ കുറച്ച് കൊക്കഡാമകളിവിടെ കാണിച്ചു തരാം. ഇത് അടീനിയത്തിൻ്റെ കൊക്കഡാമയാണ്. അതിൽ ഇത് തന്നെ കിളിച്ച് വന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. കുഴപ്പമില്ലാതെ നിൽപ്പുണ്ട്. അങ്ങനെ കൊക്കഡാമകൾ, അടീനിയത്തിൻ്റെ കുറേ കൊക്കഡാമകൾ വേണ്ടി ഈ സൈഡിലെല്ലാം ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അടീനിയത്ത് ഇതിപ്പോൾ അതേ നോക്കിയേ, ഇതിൻ്റെ അകത്തൊരു ഫേൺ കിളിച്ച് വരുന്നുണ്ട് കേട്ടോ. അത് ആ പായൽ നമ്മൾ പൊതിയുമ്പോഴേ ഈ ഫേണിൻ്റെയൊക്കെ വിത്ത് ഇങ്ങനെ വന്ന് പറന്ന് വീണ് കിളിച്ച് വരുന്നതാണ്. ഇത് ലവ് ഫേണാണ്. അത് നമ്മുടെ പറമ്പിലൊക്കെ നിൽക്കുന്ന ഫേണാണ്. അതിങ്ങനെ കിളിച്ച് വരുന്നുണ്ട്. ഇത് നമ്മുടെ
അടിപൊളി വേറൊരു വെറൈറ്റിയാണ്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിയാമല്ലോ, ഈ നല്ല രസമുള്ള പൂക്കളാണ് ഇതിനുള്ളത്. നമ്മുടെ നാടൻ ചെടികളുണ്ട്, ഇത് ഹൈബ്രിഡ് ചെടികളുമുണ്ട്. ഇത് നാടൻ്റെ നമ്മൾ കമ്പ് കുത്തി കിളിർപ്പിച്ചെടുത്തിട്ടുള്ള ഒരു സാധനമാണ്. അത് കൊക്കഡാമയ്ക്കകത്ത് ഇപ്പോൾ 2-3 വർഷത്തോളമായിട്ട് ഇത് ഭംഗിയായിട്ട് ഇതിനകത്ത് നിൽപ്പുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ വേറൊരു സാധനം കാണിച്ചുതരാം. എൻ്റെ അമ്മച്ചി, ഇതുണ്ടോ, ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ കീഴാർനെല്ലിയൊക്കെ കിളിച്ച് നിൽപ്പുണ്ട് കേട്ടോ. അതൊക്കെ അവിടെ നിന്നോട്ടെ, കീഴാർനെല്ലിയൊക്കെ അവിടെ നിന്നോട്ടെ. കണ്ടോ, ഇത് പൂവിന് ഭയങ്കര മണമുള്ള പൂവാണ്. നന്ദ്യാർവട്ടത്തിൻ്റെ വെറൈറ്റിയാണ്. നല്ല രസമുണ്ട്, നല്ല മണമുണ്ട് ഈ പൂക്ക്. ഹായ്, ഇത് നാടൻ സാധനമാണ്. അത് നോക്കിക്കേ, ഇതിൻ്റെ ചുവടൊക്കെ നോക്കിക്കേ. ഇതൊരു 2-3 വർഷത്തിന് മേളിലായിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. കുഴപ്പമില്ലാതെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. ഇത് നല്ല ഭംഗിയിൽ നിൽക്കുക. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്, നിർമ്മിക്കുന്നതെന്നുള്ളത് വീഡിയോ നിങ്ങൾ പോയിട്ട് കാണണം കേട്ടോ. ഇത് നമ്മുടെ വേറൊരു വെറൈറ്റിയാണ്, ഒരു കുഞ്ഞൻ സാധനം. കുഴപ്പമില്ലാതെ നിൽക്കിപ്പോൾ ഉണ്ട്. നമ്മൾ ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ വയ്ക്കുന്ന ഒരു സാധനമാണ്. അങ്ങനെ കുറേ കൊക്കഡാമാസ് നമുക്കുണ്ട് കേട്ടോ. ഇത് നല്ല കുഴപ്പമില്ലാതെ നിൽപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ചെമ്പരത്തിക്കുഞ്ഞ്, നമ്മുടെ ചെമ്പരത്തിക്കുഞ്ഞാണ്. കണ്ടോ, ചെമ്പരത്തിക്കുഞ്ഞ് നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ നിൽപ്പുണ്ട്. ഇതൊക്കെ ഏകദേശം ഒരു 3 വർഷത്തിന് മുകളിലുള്ള പ്ലാന്റുകൾ കേട്ടോ. നല്ല കുഴപ്പമില്ലാതെ നിൽക്കുക. ഇപ്പം ചെമ്പരത്തി ചില സമയത്ത് നിറച്ച് പോവാം, നല്ല കൃത്യമായിട്ട് നിൽപ്പുണ്ട്. നമുക്ക് സ്ഥലമില്ലാത്തവർക്കൊക്കെ ഇത് ഇങ്ങനെ തൂക്കിയൊക്കെ ഇട്ട് വളർത്താൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഓരോ സാധനമാണ്. പൗഡർ പഫിൻ്റെ ഒരു സാധനമാണ്. നിറച്ച് പൂവുണ്ടായിരുന്നത് കേട്ടോ. കണ്ട, ഇപ്പം കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. അതിന് ചെറിയ മൊട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഈ മഴ വരയ്ക്കുമ്പോഴത്തേക്ക് ഈ പൂക്കളുള്ള ചെടികൾക്കൊക്കെ വലിയ പ്രയാസമാണ്. എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് നിൽപ്പുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണിക്കാം, ഇതൊരു ബൊഗൈൻവില്ലയാണ്. ബൊഗൈൻവില്ല നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. ഇതിൽ നിറച്ച് പൂവായിരുന്നു. ഇപ്പോൾ ആ മഴയായപ്പോഴത്തേക്ക് പൂവെല്ലാം പോയിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ. കുഴപ്പമില്ല, നിൽക്കും. പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി. ഇനി ഒരു റോസമ്മയും കൂടെ കാണിച്ചു തരാം. വേണോ, ഇത് കൊക്കഡാമയെ വളർത്തുന്ന ഒരു നാടൻ റോസാണ് കേട്ടോ. സ്റ്റാർ റോസ് എന്നൊക്കെ പറയുന്ന നാടൻ റോസാണ്. ഏറ്റവും ഭംഗിയായിട്ട് ഇതിനകത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും ചെടികളൊക്കെ കാണിച്ചതെന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് നമ്മുടെ ഒരു കൊക്കഡാമയുടെ ഒരു ചെറിയ കളക്ഷനാണ്. താഴെ ചെല്ലുകയാണെങ്കിൽ മണി പ്ലാന്റിനകത്തൊക്കെ നമുക്ക് കൊക്കഡാമകളുണ്ട്. എൻ്റെ ഹോം ടൂർ ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഫുള്ളായിട്ട് കാണിച്ചു തരാം. നമ്മുടെ ഹോം ടൂർ അടുത്ത ആഴ്ചയിൽ വരും. ഞാൻ ഓരോ പാർട്ടായിട്ടായിരിക്കും വരുന്നത്. ഓരോ ചെടികളെയും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഹോം ടൂർ ആയിരിക്കും. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളുടെ അടുത്ത് കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഹാപ്പി ഈസ്റ്റർ.